ക്യാമ്പസുകളിലും ഈ ഒരു വിഷയത്തിൽ SFIയോട് SIO മുഖാമുഖം നിന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജാണെങ്കിലും, എറണാകുളം മഹാരാജാസ് കോളേജാണെങ്കിലും, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെങ്കിലും SFI ഫാസിസം നിലനിൽക്കുന്നിടത്തെല്ലാം പരമാവധി വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് ജനാധിപത്യ അന്തരീക്ഷത്തിന് വേണ്ടിയുള്ള വിദ്യാർത്ഥികളുടെ പൊതുവായ മുന്നേറ്റത്തിനാണ് SI ഊന്നൽ നൽകുന്നത്. ഇത് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ക്യാമ്പസുകളിൽ എന്താണ് നടക്കുന്നതെന്ന് പുറലോകം അറിയുന്നില്ല. സാംസ്കാരിക പ്രവർത്തകർക്ക് അതിൽ താല്പര്യമില്ല. ഇടതുപക്ഷ താലിബാനിസമായതുകൊണ്ട് തന്നെ ഇടതുപക്ഷ പാളയത്തിൽ അകപ്പെട്ടു പോയ ബുദ്ധിജീവികളോ സാംസ്കാരിക പ്രവർത്തകരോ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയുന്നില്ല. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഒരുപക്ഷെ കേരളത്തിന് പരിചിതമില്ലാത്ത ഒരു പദപ്രയോഗം തന്നെ നടത്തിക്കൊണ്ട്, മതേതര ഭീകരത എന്നൊരു പദപ്രയോഗം നടത്തിക്കൊണ്ട് SCI വിഷയം പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ചത്. ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന SFI മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആളെ പേടിപ്പിച്ചും വിരട്ടിയും ഒരു പ്രസ്ഥാനത്തിന് താൽക്കാലികമായി നിലനിൽക്കാൻ സാധിച്ചേക്കും. പക്ഷെ വിശാലമായ അർത്ഥത്തിൽ SFI സ്വയം റദ്ദ് ചെയ്യുന്ന, എന്താണോ അവർ പറയുന്നത് അതിനെ റദ്ദാക്കുന്ന തരത്തിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ. ഇങ്ങനെ ആളുകളെ വിരട്ടി പേടിപ്പിച്ചും പീഡിപ്പിച്ചും ഒരു പ്രസ്ഥാനത്തിന് അധികകാലം നിലനിൽക്കാൻ കഴിയില്ല. ഇനി നിലനിന്നാൽ തന്നെ അതുകൊണ്ട് ഈ സമൂഹത്തിന് ഉപകരിക്കുന്നില്ല. മൊത്തം കേരളീയ സമൂഹത്തിൻ്റെ ഇടതുപക്ഷവൽക്കരണമായിരിക്കുമല്ലോ അവരുടെ അജണ്ട. അതിനുപോലും അത് ഉപകരിക്കുകയില്ല. എന്തിനാൽ SIOനെ സംബന്ധിച്ചിടത്തോളം ഇത് അനുവദിക്കുകയില്ല എന്നുള്ളത് SIOൻ്റെ തീരുമാനമാണ്. പരമാവധി മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളെയും സഹകരിപ്പിച്ചുകൊണ്ട് ജനാധിപത്യപരമായ മാർഗത്തിൽ തുടരുന്നത്, അത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ജനാധിപത്യപരമായ മാർഗത്തിൽ കൂടെ തന്നെ ക്യാമ്പസിലെ സംവാദ അന്തരീക്ഷം, ജനാധിപത്യ അന്തരീക്ഷം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് SIOൻ്റെ വളരെ സുപ്രധാനമായ ഒരു പ്രവർത്തന അജണ്ടയാണ്. ഈ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് SIOൻ്റെ പ്രവർത്തനം വളരെ സജീവമായി നടക്കുന്നുണ്ട്. ഏതാനും അടുത്ത മാസം അറിവിൻ്റെ തെരുവ്, പോരാട്ടത്തിൻ്റെ ക്ലാസ് മുറി എന്ന പ്രമേയത്തിൽ സമ്മേളനങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഈ പ്രമേയം ഒരു ഹൈസ്കൂൾ ലെവലിലുള്ള വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവർ വായിക്കപ്പെടുന്നത് എന്ന് ഹൈസ്കൂളുകളിൽ നേരത്തെ SIO വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. മുമ്പ് ഹൈസ്കൂൾ യൂണിയൻ തിരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുന്ന കാലത്ത്